ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും സ്വാഗതം. +1 അക്കൗണ്ടൻസി 2021 എക്സാമിൻ്റെ ഭാഗമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ മോഡലുകൾ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഒരു സീരീസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3rd ചാപ്റ്ററിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 3rd ചാപ്റ്റർ നിങ്ങൾക്കറിയാം, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് 1 എന്ന പേരിലുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് റെക്കോർഡിംഗ് റൂൾസ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് 3rd ചാപ്റ്റർ. എന്നാലും നമുക്ക് കുറേ തിയറി ഭാഗങ്ങൾ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയും ഏതൊക്കെ ഏരിയക്ക് ഫോക്കസ് കൊടുക്കണം എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് 1. ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. അക്കൗണ്ട്സ് ദാറ്റ് നോർമലി ഹാവ് ക്രെഡിറ്റ് ബാലൻസസ് ആർ. നമുക്കറിയാം 5 കാറ്റഗറി അക്കൗണ്ടുകളാണ്. ഏത് അക്കൗണ്ടുകൾ എടുത്തു കഴിഞ്ഞാലും 5 സ്വഭാവത്തിലേ കാണുകയുള്ളൂ. 1 അസറ്റ്, 2 ലാബിലിറ്റി, 3 ക്യാപിറ്റൽ, 4 എക്സ്പെൻസ്, 6 റവന്യൂ ഓർ ഇൻകം. അപ്പോൾ ഈ 5 കാറ്റഗറിയിൽ സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസസ് കാണിക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ 5 കാറ്റഗറി അക്കൗണ്ടുകളിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് സാധാരണയായിട്ട് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത്, ഏതൊക്കെയാണ് സാധാരണ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്. നമ്മുടെ ആൻസർ ഇവിടെ ഇതാണ്. ക്യാപിറ്റൽ, ലാബിലിറ്റീസ് ആൻഡ് റവന്യൂസ്, ഈ 3 കാറ്റഗറിയിലുള്ള അക്കൗണ്ടുകൾ എല്ലായ്പ്പോഴും സാധാരണയായിട്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അസറ്റ് അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകളും സാധാരണയായിട്ട് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ, ലാബിലിറ്റീസ്, റവന്യൂസ് ഓർ ഇൻകംസ് കാറ്റഗറി അക്കൗണ്ടുകൾ എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. 5 കാറ്റഗറി അക്കൗണ്ടിൽ അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ബാലൻസ്, ക്യാപിറ്റൽ, ലാബിലിറ്റീസ്, റവന്യൂ, ക്രെഡിറ്റ് ബാലൻസ്. നമുക്കൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യവും ഇതാണ്. ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കുക, ഏതൊക്കെ അക്കൗണ്ടുകളാണ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കുക. ദെൻ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് റിസൾട്ട്സ് എ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ക്യാപിറ്റൽ. താഴെ 4 ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേത് ട്രാൻസാക്ഷനാണ് ഡിക്രീസ് ഇൻ അസറ്റും ക്യാപിറ്റലും? അസറ്റിൻ്റെ വാല്യൂവിലും കുറവ് ഉണ്ടാക്കുന്നത്, ക്യാപിറ്റലിൻ്റെ വാല്യൂവിലും കുറവുണ്ടാക്കുന്നത്. ആദ്യത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങി, അഥവാ സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. സ്റ്റോക്ക് കൂടി, ക്യാഷ് കുറഞ്ഞു, അല്ലേ? ക്യാഷ് കൊടുത്താണ് സ്റ്റോക്ക് വാങ്ങിയത്. സോ സ്റ്റോക്ക് ബിസിനസ്സിൽ കൂടി, ക്യാഷ് ബിസിനസ്സിൽ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഒരു അസറ്റ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ അതല്ല. ദെൻ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ബിസിനസ്സിൽ ക്യാഷ് കൂടി, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. അതേസമയം ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ബാധ്യത കൂടി ബിസിനസ്സിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻക്രീസ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിക്രീസ് ഇൻ അസറ്റും ഡിക്രീസ് ഇൻ ക്യാപിറ്റലും വരുന്ന ഐറ്റം ഏതാണ്? ദെൻ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ബിസിനസ്സിൽ നിന്ന് ബിസിനസ്മാൻ അയാളുടെ പേഴ്സണൽ യൂസിന് പണം പിൻവലിച്ചു. അഥവാ അതിന് നമ്മൾ ഡ്രോയിങ്സ് എന്നാണ് പറയുക. പേഴ്സണൽ ആവശ്യത്തിന് പണം പിൻവലിച്ചാൽ അല്ലെങ്കിൽ മറ്റ് അസറ്റ് പിൻവലിച്ചാൽ ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. സംഭവിക്കുന്നത് എന്താണ് ഈ കേസിൽ? ബിസിനസ്സിൻ്റെ കയ്യിലിരുന്ന ക്യാഷാണ് ബിസിനസ്മാൻ എടുത്തത്. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ ക്യാഷ് മൈനസായി കുറഞ്ഞു. ഡിക്രീസ് ഇൻ അസറ്റ്. ക്യാഷ് അസറ്റാണല്ലോ, അസറ്റ് കുറഞ്ഞു. അതേസമയം ബിസിനസ്മാൻ്റെ കണക്കിലുള്ള ക്യാഷ് അഥവാ ക്യാപിറ്റൽ ബാലൻസും ബിസിനസ്സിൽ കുറഞ്ഞു. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചാൽ ബിസിനസ്സിൻ്റെ ക്യാഷും കുറഞ്ഞു, ബിസിനസ്സിൻ്റെ ക്യാപിറ്റലും കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ആൻസർ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ഇനിയിപ്പോൾ ഈ 4ാമത്തെ ട്രാൻസാക്ഷൻ ലോൺ ടേക്കൺ ഫ്രം ബാങ്ക്. എന്താ സംഭവിക്കുക? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്നാണ്, അഥവാ ബിസിനസ്സിന് ക്യാഷ് കിട്ടി. ലോണാണ്, അതൊരു ലാബിലിറ്റിയാണ്. അപ്പോൾ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്തു, ലാബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു. ദെൻ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഗിവൺ പേയേഴ്സ് ഫൈൻഡ് ദ കറക്റ്റ് വൺ. ഡെബിറ്റ് ഇൻക്രീസ് ഇൻ അസറ്റ്സ്, ഡെബിറ്റ് ഇൻക്രീസ് ഇൻ റവന്യൂ, ക്രെഡിറ്റ് ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്,
ക്രെഡിറ്റ് ഡിക്രീസ് ഇൻ ലാബിലിറ്റി. ഇതിൽ ശരിയായ പെയർ ഏതാണ്, ജോഡി ഏതാണ്? ഇവിടെ നമുക്ക് അറിയേണ്ടത് ഡെബിറ്റും ക്രെഡിറ്റും റൂളാണ്. ഒരു അക്കൗണ്ടിങ് സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ഐറ്റമാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂള്. അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ക്രെഡിറ്റ്. ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ്, ക്യാപിറ്റൽ ഡിക്രീസ് ഡെബിറ്റ്. ലാബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ്, ലാബിലിറ്റി ഡിക്രീസ് ഡെബിറ്റ്. എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ്, എക്സ്പെൻസ് ഡിക്രീസ് ക്രെഡിറ്റ്. റവന്യൂ ഇൻക്രീസ് ക്രെഡിറ്റ്, റവന്യൂ ഡിക്രീസ് ഡെബിറ്റ്. അതാണ് റൂള്. ഇവിടുത്തെ കറക്റ്റ് പെയർ എന്ന് പറയുന്നത് ഡെബിറ്റ് ഇൻക്രീസ് ഇൻ അസറ്റ്. അപ്പോൾ ഈ റൂൾസ് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 കാറ്റഗറി അക്കൗണ്ടുകളാണ്: അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്, അല്ലേ? ഇതിൽ അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും നമ്മൾ ഡെബിറ്റ് അക്കൗണ്ടുകൾ എന്ന് മനസ്സിലാക്കുക. അഥവാ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ് അസറ്റും എക്സ്പെൻസും. ബാക്കി 3 ഉണ്ട്. 3 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ലാബിലിറ്റി, റവന്യൂ. ഇവയെ നമുക്ക് ക്രെഡിറ്റ് അക്കൗണ്ടുകൾ എന്ന് പറയാം. അഥവാ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡിക്രീസ് ചെയ്താൽ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അസറ്റും എക്സ്പെൻസും ഡെബിറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂസ്, ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാപിറ്റൽ, ലാബിലിറ്റീസ്, റവന്യൂസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. then അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ നമുക്കൊരു ജേണൽ എൻട്രി ആണ് തന്നിട്ടുള്ളത്, പക്ഷേ അതിൻ്റെ ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ പേര് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ നരേഷൻ കൂടെ തന്നിട്ടുണ്ട്. പർച്ചേസ്ഡ് മെഷീനറി ഫ്രം തോമസ് ആൻഡ് കമ്പനി. നരേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ജേണൽ എൻട്രിയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നരേഷൻ. എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ജേണൽ എൻട്രി ഓർ ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ മെഷീനറിയാണ് വാങ്ങിയത്. പർച്ചേസ്ഡ് എന്ന് കാണുമ്പോഴത്തേനും കൊണ്ടുപോയി എന്ത് ചെയ്യരുത്? പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതരുത്. പർച്ചേസസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഗുഡ്സ് ആയിരിക്കണം വാങ്ങിക്കേണ്ടത്, വിൽക്കാനുള്ള സാധനങ്ങൾ, അതാണ് വാങ്ങേണ്ടത്. ഇവിടെ വാങ്ങിയത് എന്താ? മെഷീനറിയാണ്. മെഷീനറി ബിസിനസ്സിൽ ഉപയോഗിക്കാനുള്ളതാണ്, അസറ്റാണ്. അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ഇൻ ബിസിനസ്, അസറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മെഷീനറി അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ടു തോമസ് ആൻഡ് കമ്പനി. തോമസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കടമായി വാങ്ങിയത് കൊണ്ട് ഈ ടീമിന്, ഈ കമ്പനിക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. ഒരു ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ജേണൽ ആൻഡ് ലെഡ്ജർ ആർ 2 ഇമ്പോർട്ടൻറ്റ് ബുക്സ് മെയിൻറ്റെയിൻ ഇൻ അക്കൗണ്ടിങ്. ജേണലും ലെഡ്ജറും ഒരു ബിസിനസ്സിൽ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട 2 അക്കൗണ്ട് ബുക്സാണ്. സ്റ്റേറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ബുക്സ്. ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മിനിമം 3 എണ്ണം എഴുതി വെക്കാനാണ് പറഞ്ഞുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇവിടെ ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ജേണൽ. ജേണലിലാണ് ആദ്യമായിട്ട് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്. ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ജേണൽ ആർ ലേറ്റർ ട്രാൻസ്ഫേർഡ് ടു ലെഡ്ജർ. ജേണലിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലിൽ റെക്കോർഡ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ പിന്നീട് എവിടേക്ക് മാറ്റി എഴുതും? ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതും. അതിനെ പോസ്റ്റിംഗ് എന്നാണ് പറയുക. ദെൻ ഇൻ ജേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ജേണലിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓർഡർ 1 by 1 ആയിട്ട് ആദ്യം നടന്നത് ആദ്യം റെക്കോർഡ് ചെയ്യും ജേണലിൽ, രണ്ടാമതായിട്ട് നടന്നത് രണ്ടാമത് എഴുതും, 3, 4 അങ്ങനെ ഡേറ്റ് ബൈ ഡേറ്റ്, ടൈം ബൈ ടൈം, ആ ഓർഡറിലാണ് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ലെഡ്ജറിലാണെങ്കിലോ ഇൻ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ അനലറ്റിക്കൽ ഓർഡർ. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് അനലറ്റിക്കൽ ഓർഡറിലാണ്. അഥവാ ജേണൽ എൻട്രീസിനെ അനലൈസ് ചെയ്ത് അതിൽ ഓരോ എൻട്രിയും അഥവാ ഓരോ ട്രാൻസാക്ഷനും ആ ട്രാൻസാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ച് തരം തിരിച്ച് രേഖപ്പെടുത്തുന്ന ബുക്കാണ് ലെഡ്ജർ. ലെഡ്ജറിലുള്ളത് എന്താണ്? വ്യത്യസ്ത അക്കൗണ്ടുകളാണ്. ഒരുപാട് അക്കൗണ്ടുകളാണ് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലുള്ളത്. ഒരു ബിസിനസ്സിൽ പലതരം അക്കൗണ്ടുകൾ ഉണ്ടാവും. ക്യാഷ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, അങ്ങനെ ധാരാളം അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടുകളെല്ലാം കാണുന്നത് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലാണ്. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജേണൽ. ജേണലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ജേണലിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന മുറക്ക് ആ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന ജസ്റ്റ് ഒരു
ഫസ്റ്റ് സ്റ്റെപ്പ് റെക്കോർഡിങ് മാത്രമാണ്. അത് നോക്കിയിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ദെൻ ലെഡ്ജറിൻ്റെ കേസ് വരുമ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെഡ്ജർ. ഫൈനൽ അക്കൗണ്ടുകൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, അതിനെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കുന്നത് ഏത് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്? ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ലെഡ്ജറിലാണ് അക്കൗണ്ടുകൾ ഉള്ളത്. എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഉപയോഗിച്ച് നമ്മളൊരു ട്രയൽ ബാലൻസ് തയ്യാറാക്കും. ആ ട്രയൽ ബാലൻസിലെ ആ അക്കൗണ്ട് ബാലൻസുകൾ എടുത്തിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത്. ദെൻ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ജേണലൈസിങ് എന്നാണ്. അതേസമയം പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ദെൻ ബാലൻസിങ് ഈസ് നോട്ട് ഡൺ ഇൻ ജേണൽ. ജേണലിൽ നമ്മൾ ബാലൻസിങ് നടത്തുന്നില്ല, ജസ്റ്റ് അവസാനം ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കാറുണ്ട്. ജേണലിൽ ബാലൻസിങ് നടത്തുന്നില്ല. അതേസമയം ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്. എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യും അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യും ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ. ഈ ബാലൻസുകളാണ് എന്നിട്ട് കിട്ടുന്ന ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ അസറ്റ്സ് ആർ ആൾവേസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ഡാഷ്. ഇത് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അസറ്റ്സ് എല്ലായ്പ്പോഴും ക്യാപിറ്റലിനും ലാബിലിറ്റീസിനും തുല്യമായിരിക്കും. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്, നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അതുമായി ബന്ധപ്പെട്ടൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാനുള്ള റൂൾസ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യം എഴുതുന്ന ഒരു ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മളൊരു ചാർട്ട് തയ്യാറാക്കാം. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള അതുപോലെ തയ്യാറാക്കണം എന്നല്ല, ഒരു 3 കോളം വരുന്ന ഒരു ടേബിൾ തയ്യാറാക്കുക. അതിൽ ആദ്യം 5 കാറ്റഗറി അക്കൗണ്ടുകളുടെ പേര് എഴുതുക. അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ്, ഇൻകംസ് ഓർ റവന്യൂസ്. ദെൻ അതിൽ രണ്ടാമത്തെ കോളത്തിൽ ഇതുപോലെ എഴുതാം, അല്ലെങ്കിൽ മറ്റു നിങ്ങളുടെ നോട്ടിലുള്ള ഏത് രീതിയിലാണോ റൂൾസ് നിങ്ങൾ എഴുതിയെടുത്തിട്ടുള്ളത് ആ രീതിയിൽ എഴുതാം. അസറ്റ് ഇൻക്രീസ് ചെയ്ത ഡെബിറ്റ്, ഡിക്രീസ് ചെയ്ത ക്രെഡിറ്റ്. ലാബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ്. ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ്. എക്സ്പെൻസസ് ഇൻക്രീസ് ഡെബിറ്റ്, ഡിക്രീസ് ക്രെഡിറ്റ്. റവന്യൂസ് ഓർ ഇൻകംസ് ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ്. അപ്പോൾ നമുക്കിത് പഠിക്കാനുള്ളൊരു എളുപ്പവഴിയാണ്. 2 അക്കൗണ്ടുകൾ, അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടുകളും ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റാണ്. അഥവാ അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് അക്കൗണ്ടുകൾ എന്ന് പഠിക്കാം. അഥവാ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്യുക. അതേസമയം ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകംസ്, ഈ അക്കൗണ്ടുകൾ, ഈ 3 കാറ്റഗറി അക്കൗണ്ടുകളെ നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ടുകൾ എന്ന് മനസ്സിലാക്കുക. ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്, ഇൻക്രീസ് ക്രെഡിറ്റ്, ഇൻക്രീസ് ക്രെഡിറ്റ്, ഇൻക്രീസ് ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് അക്കൗണ്ടുകളാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യാം? ഡിക്രീസ് ഡെബിറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ദെൻ മറ്റു ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മോഡലുകളും അതുപോലെ ആ ചാപ്റ്ററിലെ തിയറി വന്നേക്കാവുന്ന ഏരിയകൾ ഏതൊക്കെയാണ് എന്നുമാണ്. ഇവിടെ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരും. അതോടൊപ്പം നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളൊന്ന് ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ? അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അക്കൗണ്ടിങ് ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് the assets of a business is always equal to its liabilities and capital. ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിനും ലാബിലിറ്റീസിനും തുല്യമായിരിക്കും. ദെൻ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഒരു തെളിവുണ്ടായിരിക്കും. ആ തെളിവിനെയാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ആ സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കിയിട്ടാണ് എല്ലാ ട്രാൻസാക്ഷനും ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത്. ബില്ല്, വൗച്ചർ, പെയിൻ സ്ലിപ്പ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇൻവോയ്സ്, ഇതെല്ലാം സോഴ്സ് ഡോക്യുമെൻറ്റിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജേണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് അറ്റ് ഫസ്റ്റ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്ന ബുക്കാണ് ജേണൽ.
ദെൻ ലെഡ്ജർ എന്താണ്? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും രണ്ടാമതായി രേഖപ്പെടുത്തുന്ന ബുക്കാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഈ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലുള്ളത് ജേണൽ എൻട്രീസിനെ നമ്മൾ മാറ്റി എഴുതുന്ന ഒരുപാട് അക്കൗണ്ടുകളാണ്. സ്വഭാവം അനുസരിച്ച് തരം തിരിച്ചിട്ടാണ് ലെഡ്ജറിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനെ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ജേണലിൽ നോക്കി ആ എൻട്രീസ് എല്ലാം ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്ന ആ പ്രോസസ്സിനെ പോസ്റ്റിംഗ് എന്ന് പറയും. അതോടൊപ്പം തന്നെ നരേഷൻ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുക. നരേഷൻ എന്ന് പറഞ്ഞാൽ എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ എബൌട്ട് ദ എൻട്രി. ഒരു ജേണൽ എൻട്രിയെക്കുറിച്ചുള്ള ചെറിയ വിവരണമാണ് നരേഷൻ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വർക്ക് ചെയ്യുക. അതുപോലെ അതോടൊപ്പം അതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ സ്കോറും വാങ്ങിക്കാൻ കഴിയും, ഉറപ്പാണ്. ഈ ചാപ്റ്ററിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ആൾറെഡി ഉണ്ട്. ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷനും ജേണൽ എൻട്രി പാസ് ചെയ്യുന്നതും പോസ്റ്റിങ്ങും ഒക്കെ കൃത്യമായിട്ട് അതൊന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ 4th ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് നാളെ കാണാം. ബൈ.